മനുഷ്യൻ്റെ ഭക്ഷണശീലങ്ങളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ ബ്രെഡ്. ഈ ബ്രെഡിൻ്റെ ഹിസ്റ്ററി എന്താണ്? ഈ ബ്രെഡ് നമ്മളുടെ ഭക്ഷണക്രമത്തിൽ എങ്ങനെ കടന്നു വന്നു? ഇന്ന് നമ്മൾ കഴിക്കുന്ന നമ്മളുടെ വിപണികളിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ബ്രെഡ് ഒരുപക്ഷെ നമ്മളതൊരു മീലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അത് ശരിക്കും നല്ല ആരോഗ്യമുള്ള ഒന്നാണോ? അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? അഥവാ ബ്രെഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഏത് ബ്രെഡ് സെലക്ട് ചെയ്യണം? കാരണം ഇന്ന് ഒത്തിരി വെറൈറ്റി ഓഫ് ബ്രെഡ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ശരിക്കും നല്ല രീതിയിൽ പോഷകസമൃദ്ധമായ ബ്രെഡ് എങ്ങനെ കഴിക്കണം? ഇനി അഥവാ അത്തരത്തിലുള്ള ബ്രെഡ് നമുക്ക് കോമ്പാറ്റബിൾ അല്ലെങ്കിൽ, അത് ആരോഗ്യകരമല്ലെങ്കിൽ, നമുക്ക് വീട്ടിലെങ്ങനെ ഹെൽത്തി ആയിട്ടൊരു ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാം? ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യൻ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പഴമയുള്ള ഭക്ഷണ സാധനം ഏതാണെന്നറിയോ? അത് ബ്രെഡാണ്. ഈ ബ്രെഡിൻ്റെ പുരാണം ഒന്ന് പരിശോധിച്ചാൽ വളരെ രസകരമാണ്. ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുമ്പ് ജോർഡനിലാണ് ആദ്യമായിട്ട് ബ്രെഡിന് സമാനമായൊരു സാധനം മനുഷ്യൻ ഉണ്ടാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അത് കൂടുതലും കിഴങ്ങുകളുടെ മാവിൽ നിന്നായിരുന്നു. പിന്നീട് കൃഷി വരുന്നു, ധാന്യങ്ങൾ വരുന്നു. ഏകദേശം ക്രിസ്തുവിന് 6000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയയിലാണ് ആദ്യമായിട്ട് ഇന്നത്തെ ബ്രെഡുമായിട്ട് കുറച്ചെങ്കിലും രൂപസാദൃശ്യമുള്ള ധാന്യങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ മനുഷ്യനുണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ ഒരു സ്റ്റേപ്പിൾ ഫുഡ് എന്നൊരു രീതിയിൽ, അതായത് നമ്മളുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന രീതിയിൽ ആദ്യമായിട്ട് ലോകത്ത് ബ്രെഡ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ ഈസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പുളിപ്പിച്ചെടുത്ത് ആ മാവിനെ മാറ്റി അത്തരത്തിൽ വളരെ രുചികരമായി പോപ്പുലറായിട്ടുള്ള ബ്രെഡ് ഈജിപ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഈവൻ ഈ പിരമിഡുകളൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തൊഴിലാളികൾക്ക് കൂലിയായിട്ട് കൊടുത്തിരുന്നത് പോലും ഈ ബ്രെഡായിരുന്നു. എൻ്റെ ബ്രെഡിൻ്റെ ഓർമ്മകൾ കൊണ്ടുപോകുന്നത് നിങ്ങളിൽ പലരെയും പോലെ എൻ്റെ കുട്ടിക്കാലത്തേക്കാണ്. ഞാൻ തിരുവനന്തപുരത്ത് ചെറിയ പട്ടണത്തിൽ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞ 1970കളിലെ തുടക്കങ്ങളിലാണ്, എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് ചില ദിവസങ്ങൾ, ആഴ്ചയിലെ ചില ദിവസങ്ങളിൽ അസാധ്യമായിട്ടുള്ളൊരു മണം വരുമായിരുന്നു. അത് ഒരു കടയിൽ നിന്നാണ്, ഞാൻ ഇതുവരെ പരിചയപ്പെട്ടില്ലാത്തൊരു മണമായിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കിയത് അവിടെ ഈ ചില ദിവസങ്ങളിൽ മാവ് കുഴച്ച് ഒരു വലിയ പെട്ടിക്കകത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സാധനം. അന്ന് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് റൊട്ടി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കടയുടെ പേര് റൊട്ടിക്കട എന്നാണ്. എനിക്കൊന്ന് ഇന്നും തിരുവനന്തപുരത്ത് റൊട്ടിക്കട മുക്ക് എന്ന സ്ഥലമുണ്ട്, ബേക്കറി ജംഗ്ഷൻ എന്ന് പറയും. പല സ്ഥലങ്ങളിലുണ്ട് ബേക്കറികൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ, പല പട്ടണങ്ങളിലുണ്ട്. എന്തായാലും ഈ പെട്ടിയിൽ നിന്നെടുക്കുന്ന ആ വളരെ മനോഹരമായിട്ടുള്ള നല്ല സ്വാദും മണവുമുള്ള ആ സാധനം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചെടുത്ത് സ്ലൈസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നാൽ വലിയൊരു ആഘോഷമായിരുന്നു. പലപ്പോഴും ഇത് കഴിക്കുക ചിലപ്പോൾ വെണ്ണ തേച്ചിട്ടായിരിക്കും. ഇതൊരു വളരെ ലക്ഷറി ആയിരുന്നു അന്നത്തെ കാലത്ത്. എന്തിന്, ഞാൻ വളർന്ന് വലുതായി, എനിക്ക് കല്യാണം കഴിച്ച് കുട്ടികളായതിനു ശേഷവും ഈ ശീലം തുടർന്നു. എന്തിന്, എൻ്റെ കുട്ടികളെയും ഞാൻ ബ്രെഡ് തീറ്റിക്കുമായിരുന്നു. ഈ ബ്രെഡ് ശരിക്കും നമ്മളുടെ ഭക്ഷണത്തിന് നല്ലൊരു സാധനമാണോ, നല്ലൊരു ഐറ്റമാണോ, നല്ലൊരു ഫുഡ് ഐറ്റമാണോ, റെഗുലറായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയൊരു ഐറ്റമാണോ? അടിസ്ഥാനപരമായിട്ട് ബ്രെഡിൽ 4 ഇൻഗ്രീഡിയൻസാണുള്ളത്. അതിലൊന്ന് ഗ്രെയിൻസാണ്, ധാന്യങ്ങളാണ്. ഏത് തരത്തിലുള്ള ധാന്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് ഗോതമ്പാവാം, ഓട്സ് ആവാം, ബാർലി ആവാം, അല്ലെങ്കിൽ റൈസ് ആവാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പോപ്പുലറായി മാറിയത് ഗോതമ്പാണ്, വീറ്റാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബ്രെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് വീറ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് റൈയും ഉപയോഗിക്കാറുണ്ട്. എന്താണ് വീറ്റ് ഇത്രമാത്രം അട്രാക്റ്റീവായിട്ടുള്ളൊരു ഗ്രെയിനായിട്ട് മാറാൻ കാരണം? പ്രധാനപ്പെട്ട കാരണം അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ്, ഗ്ലൂട്ടനാണ്. ഗ്ലൂട്ടൻ ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു വിസ്കോ ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യും. അതായത് അതിനൊരു പശ കൊടുക്കും. ഈ ഗോതമ്പ് മാവുണ്ടാക്കി അത് പുളിപ്പിച്ചെടുക്കുമ്പോൾ പുളിപ്പിക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ചില വേപ്പേഴ്സുണ്ട്. അത് കൂടുതലും കാർബൺ ഡയോക്സൈഡും എത്തനോളൊക്കെയാണ്. ഇത് ഇത്തരത്തിലുള്ള ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള എൻവയറമെൻറ്റിനകത്ത് എയർ പോക്കറ്റ്സ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്രെഡിന് കൊടുക്കുന്ന ഒരു ഫ്ലഫി സോഫ്റ്റ് നേച്ചർ പ്രധാനമായിട്ടും കിട്ടാൻ കാരണം അതിനകത്തുള്ള ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ടാണ്. ഗ്ലൂട്ടൻ ഇല്ലെങ്കിൽ ബ്രെഡില്ല എന്ന് വേണേൽ പറയാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളും ബ്രെഡ് വാങ്ങുമ്പോൾ നിങ്ങളുടെ പരിശോധന എങ്ങനെയാണ്? കൂടുതലും അതൊന്ന് പിടിച്ചു നോക്കും. വളരെ സോഫ്റ്റും ഫ്ലഫിയും ഫ്രഷുമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബ്രെഡാണെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്ന് ഗ്രെയിൻസാണ്. രണ്ടാമത് വരുന്നത് അതിനകത്ത് വരുന്ന ഫെർമെൻറ്റിങ് ഏജൻ്റാണ്. അത് കൂടുതൽ നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഡ്രൈഡ് ഈസ്റ്റാണ്, ബേക്കേഴ്സ് ഈസ്റ്റ്. ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം
ഈ ഗോതമ്പിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറും നേച്ചറും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫെർമെൻറ്റേഷൻ ആവശ്യമാണ്. 3 സോൾട്ടാണ്. സോൾട്ട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പിന്നെ വേണ്ടത് വെള്ളം. അടിസ്ഥാനപരമായിട്ട് ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബ്രെഡ് നിർമ്മാണത്തിന് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ബ്രെഡ് ഉണ്ടാക്കുന്നതിനകത്ത് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. മാത്രമല്ല, ഉണ്ടാക്കുന്ന ആൾക്ക് നല്ലൊരു സ്കിൽ സെറ്റ് വേണം. അയാളുടെ കഴിവിനെ ആശ്രയിച്ചിട്ടാണ് ബ്രെഡിൻ്റെ അപ്പിയറൻസും ക്വാളിറ്റിയും ടേസ്റ്റും ഒക്കെ ഇരിക്കുന്നത്. മാത്രമല്ല, പലപ്പോഴും ഇത് എക്സ്പെൻസീവാണ്. ഇതിലൊരു വമ്പൻ മാറ്റം കൊണ്ടുവന്നത് 1960കളിൽ ബ്രിട്ടനിലാണ്. അവിടെ ഷോളി വുഡ് ബ്രെഡ് പ്രോസസ്സ് എന്നുള്ളൊരു ടെക്നോളജി തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്തു. ഈ CBP വളരെ വലിയൊരു പ്രചാരം ഈ ബ്രെഡ് മേക്കിങ്ങിനുണ്ടാക്കി. അവരുണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം ഈ ഗോതമ്പിനെ അതിനകത്തുള്ള പുറത്തുള്ള ബ്രാൻ, അതായത് അതിൻ്റെ തവിടും അതിനകത്തുള്ള സീഡും അല്ലെങ്കിൽ ജേമും അതിനെ റിമൂവ് ചെയ്തിട്ട് ഇതിനെ വളരെ അൾട്രാ ഫൈനായിട്ട് പൗഡർ ചെയ്തെടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെക്കാനിക്കൽ പ്രോസസ്സിങ് കൂടെ ഫെർമെൻറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായി, ടൈം സേവ് ചെയ്യാൻ പറ്റി, വളരെ ചീപ്പായിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് ബ്രെഡിലൊരു വലിയൊരു ബ്രെഡ് മേക്കിങ്ങിൽ വലിയൊരു വിപ്ലവം കൊണ്ടുവന്നു. ഇതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ബേക്കിംഗ് കമ്പനിയുണ്ട്. അതിൻ്റെ പേര് കോണ്ടിനെൻ്റൽ ബേക്കിംഗ് കമ്പനിയാണ്. അവർ വളരെ പ്രചാരമുള്ള ഒരു വലിയൊരു ബ്രെഡ് വിപ്ലവം തന്നെ അമേരിക്കയിൽ തുടങ്ങി. അവരുടെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ബ്രാൻഡാണ് വണ്ടർ ബ്രെഡ് എന്ന് പറയുന്നത്. ഈ വണ്ടർ ബ്രെഡിനകത്ത് ഇത്തരത്തിലുള്ള ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള വീറ്റ് ഫ്ലോറും അതിനോടൊപ്പം ബ്രെഡിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റിയും ഷെൽഫ് ലൈഫും അതുപോലെ തന്നെ അത് പെട്ടെന്ന് കേടാകാതിരിക്കാൻ അതിൻ്റെ ടേസ്റ്റ്, ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കോക്ടെയിൽ ഓഫ് കെമിക്കൽസ് അതിനകത്തോട്ട് ആഡ് ചെയ്തു. നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. എനിവേ, ഇതൊരു സൂപ്പർ ഹിറ്റായി. പ്രധാനപ്പെട്ട കാരണം വളരെ പെട്ടെന്ന് ഒരാൾക്ക് ഒരു നേരത്തെ ഒരു മീൽ, അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ലഞ്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്വിക്ക് സ്നാക്കായിരിക്കാം. അതിന് ഇത്തരത്തിലുള്ള ഈ ബ്രെഡ് വളരെയധികം പ്രയോജനപ്പെടുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പിന്നീട് സംഭവിച്ചത് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഭക്ഷണ വസ്തുക്കളിൽ ഒന്നായിട്ട് ബ്രെഡ് മാറി. ഇംഗ്ലീഷിലൊരു പ്രയോഗം തന്നെയുണ്ടല്ലേ, ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ അന്നത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ ബ്രെഡിനവിടെ സ്ഥാനമുണ്ട്. ഇന്ത്യയിൽ വളരെ പ്രചാരമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, റോട്ടി കപ്പട ഔർ മക്കാൻ, അതായത് ബ്രെഡ് ക്ലോത്തിങ് ഷെൽട്ടർ എന്ന് പറയും. നമ്മുടെ ഇന്ത്യൻ ബ്രെഡ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ചപ്പാത്തിയും റോട്ടിയൊക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ബ്രെഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഭക്ഷണ വസ്തുവായിട്ട് മാറുകയുണ്ടായി. പ്രധാനമായിട്ടും ബ്രെഡിൽ കാണുന്നത് ഇന്ന് നമുക്ക് കിട്ടുന്ന പോപ്പുലറായിട്ടുള്ള പല ബ്രാൻഡഡ് ആയിട്ടുള്ള പല ബ്രെഡുകളും നോക്കിയാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് വീറ്റ് ഫ്ലോർ തന്നെയാണ്, ഗോതമ്പ് പൊടിയാണ്. പക്ഷേ സാധാരണ ഒരു ഗോതമ്പ് പൊടിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോതമ്പിൽ നിന്ന് അതിൻ്റെ തവിടും അതിൻ്റെ ജേമും ഒക്കെ നീക്കം ചെയ്ത് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള അൾട്രാ റിഫൈൻഡ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഓർക്കുക, ഇതിനകത്ത് ഇഷ്ടം പോലെ ഗ്ലൂട്ടനുണ്ട്. കാരണം ഗ്ലൂട്ടൻ ഇല്ലെങ്കിൽ പിന്നെ ബ്രെഡില്ലല്ലോ. പിന്നെ നാരുകളുടെ അംശം വളരെ കുറവാണ്, അതുകൊണ്ട് വളരെ സോഫ്റ്റായിരിക്കും. മാത്രമല്ല, വായിലോട്ട് വെക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ മാധുര്യം അനുഭവപ്പെടും. കാരണം വളരെ പെട്ടെന്ന് ഈ സ്റ്റാർച്ച് ഗ്ലൂക്കോസായിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. മറ്റൊരു വലിയൊരു ലിസ്റ്റാണ്. പലർക്കും ഇത് മനസ്സിലാക്കിയെടുക്കാനോ ഇത് സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യാനോ പലപ്പോഴും സാധിക്കാറില്ല, താങ്ക്സ് ടു ഫുഡ് ടെക്നോളജി. കാരണം ഭക്ഷണ സംസ്കാരത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ ഇത്രമാത്രം വളർന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അതിന് വലിയൊരു ക്രെഡിറ്റ് കൊടുക്കാൻ സാധിക്കും. കാരണം അതുകൊണ്ട് തന്നെയാണ് വളരെ നാൾ വളരെ ടേസ്റ്റോടുകൂടി വളരെയധികം ആൾക്കാരിലോട്ട് ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ അതൊരു ഭാഗത്താണെങ്കിൽ പോലും പക്ഷേ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പല ഇൻഗ്രീഡിയൻറ്റുകളും ദീർഘനാളായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ള കോമ്പിനേഷനിൽ എൻ്റെയും നിങ്ങളുടെ ആരോഗ്യത്തെ ഇത് എങ്ങനെ സ്വാധീനിക്കും നോക്കാം. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ഇമൾസിഫയേഴ്സാണ്. കാരണം ഇതിനകത്ത് വെള്ളവുമുണ്ട്, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഓയിലുകളുമുണ്ട്, കൊഴുപ്പുകളുമുണ്ട്. അപ്പോൾ വെള്ളവും കൊഴുപ്പും തമ്മിൽ യോജിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് എമൾസിഫയേഴ്സ്. ഒരു പരിമിതമായ അളവിൽ എമൾസിഫയേഴ്സ് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഓൾറെഡി കുറച്ച് ചലഞ്ച്ഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോങ് ടേം യൂസ് ഓഫ് എമൾസിഫയേഴ്സ് ഗട്ട് ഹെൽത്തിന് വളരെ മോശമാണ്. അത് ഗട്ടിൻ്റെ മൈക്രോബയോം, അതായത് അതിൻ്റെ സൂക്ഷ്മജീവ വ്യവസ്ഥയെ ബാധിക്കും. ഗട്ടിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം.
ഓൾറെഡി ചില ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കോളൈറ്റീസ്, അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസ്പെപ്സി ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ പലരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഈ ഗോതമ്പ് അടങ്ങുന്ന പ്രത്യേകിച്ച് ബ്രെഡ് കഴിച്ചാൽ അപ്പം തന്നെ എനിക്കൊരു ബ്ലോട്ടിങ്ങും ബർപ്പിങ്ങും ആകെപ്പാടൊരു ഹാർട്ട് ബേൺ ഉണ്ടാകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ പറഞ്ഞ ഗട്ടിലുണ്ടാക്കുന്ന ഇൻഫ്ലമേഷനാണ്. മറ്റൊന്ന് അതിലുപയോഗിക്കുന്ന സ്വീറ്റ്നെസ്സാണ്. കുറച്ച് മധുരം ആവശ്യമാണ്, കാരണം അതാണ് നമ്മളതിനകത്ത് അട്രാക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല മധുരം ഉണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, രുചിയില്ലാത്ത മറ്റ് സാധനങ്ങളെ മാസ്ക് ചെയ്യാനായിട്ട് സ്വീറ്റ്നെസ് ഉപയോഗിക്കും. ഏറ്റവും കൂടുതൽ ബ്രെഡുകളിൽ ഉപയോഗിക്കുന്ന സ്വീറ്റ്നർ കോൺ സിറപ്പാണ്. നിങ്ങൾ കേട്ടോ, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. അപ്പോൾ കോൺ സിറപ്പുകൾ വ്യാപകമായി ബ്രെഡിൽ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത് പെട്ടെന്ന് കേടുണ്ടാകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റി മൈക്രോബിയലാണ്. അത് കൂടുതലും ഉപയോഗിക്കുന്നത് അസറ്റിക് ആസിഡ്, അതായത് വിനാഗിരി പോലുള്ള സാധനം. ബ്രെഡിൻ്റെ ഷെൽഫ് ലൈഫ് കൂടും, പെട്ടെന്ന് കേടാവില്ല. മറ്റൊന്ന് കാൽഷ്യം കാർബണേറ്റാണ്. കാൽഷ്യം കാർബണേറ്റിൻ്റെ ടെക്സ്ചർ കൂട്ടും, ഷെൽഫ് ലൈഫ് കൂട്ടും, അതുപോലെ തന്നെ ഡോവിൻ്റെ ഒരു അപ്പിയറൻസ് നന്നാക്കും. ഷെൽഫ് ലൈഫ് കൂടാനായിട്ട് ഉപയോഗിക്കുന്നത് L-cysteine ഹൈഡ്രോക്ലോറൈഡ് ഉപയോഗിക്കും, അസ്കോർബിക് ആസിഡ് ഉപയോഗിക്കും. പലപ്പോഴും ഇത്തരത്തിലുള്ള ഗോതമ്പുകൾ ഫാക്ടറിയിൽ എത്തുന്നതിന് മുമ്പേ നന്നായിട്ടൊന്ന് ബ്ലീച്ച് ചെയ്യും, കാരണം അതിൻ്റെ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്ലീച്ചിങ് ഏജൻസികൾ ഉപയോഗിക്കും, അപ്പോൾ അതിൻ്റെ അപ്പിയറൻസും ലുക്കും വളരെ ബെറ്റർ ആവും. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രിസർവേറ്റീവാണ് കാൽഷ്യം പ്രൊപ്പിയോണേറ്റ്. കാൽഷ്യം പ്രൊപ്പണേറ്റ് കൂടുതലും മോൾഡിനെ തടയാനായിട്ട്, പൂപ്പലിനെ തടയാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ കാൽഷ്യം പ്രൊപ്പണേറ്റ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നതായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നതായിട്ടും അമിതവണ്ണം കൂട്ടുന്നതായിട്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന അളവ് വളരെ പരിമിതമാണ്. ഞാൻ ഓരോന്നിൻ്റെയും അതിൻ്റെ രാസസ്വഭാവവും അതിൻ്റെ നമ്മുടെ ഹെൽത്തിലുള്ള ഇമ്പാക്റ്റും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുപോലെ വെജിറ്റബിൾ ഓയിൽസ് ഉപയോഗിക്കും. കൂടുതലും ഇത്തരത്തിലുള്ള ബ്രെഡുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിൽസ് പാം ഓയിലായിരിക്കാം, സൺഫ്ലവർ ഓയിലായിരിക്കാം, പിന്നെ ഷുഗർ ഉപയോഗിക്കാം, മിൽക്ക് സോളിഡ്സ് ഉപയോഗിക്കാം. ഇതൊരു വലിയൊരു ലിസ്റ്റാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ അനുസരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ശരി തന്നെയാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മുഴുവൻ ധാന്യങ്ങളിൽ നിന്ന് ഇന്ന് ഇത് എവിടെ എത്തിയിരിക്കുന്നു നോക്കുക. അങ്ങനെ നോക്കിയാൽ എനിക്ക് പറയാൻ കഴിയും, ദ ബ്രെഡ് ദാറ്റ് യു ഈറ്റ് ഈസ് നോട്ട് ദ ബ്രെഡ് ദാറ്റ് വി മെയ്ഡ്. അതായത് നമ്മൾ ശരിയായി മുമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബ്രെഡ് അല്ല നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെഡ്. മേ ബി പല സന്ദർഭങ്ങളും നമുക്ക് പറയാൻ സാധിക്കും ഇത് ഒരുപാട് കെമിക്കൽസിൻ്റെ ഒരു കോക്ടെയിലാണ്, പക്ഷേ വളരെ പോപ്പുലറാണ്, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. നമുക്ക് ഇത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ വലിയൊരു ആവശ്യം കൂടെയായിട്ട് ചിലപ്പോൾ കരുതേണ്ടി വന്നേക്കാം. എന്തായാലും ഞാൻ എൻ്റെ ആരോഗ്യത്തിലും ഈ ഹാർമണി എന്നുള്ളൊരു ഓർഗനൈസേഷനെ ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും തുടങ്ങിയ അന്ന് മുതൽ ഞാൻ ഒബ്സർവ് ഒരു കാര്യം, കഴിഞ്ഞൊരു 20 വർഷത്തിലധികമായിട്ട് എൻ്റെ ബ്രെഡ് ഇൻടേക്ക് കുത്തനെ താഴോട്ട് വന്നു. കാരണം എനിക്കുണ്ടായ ഏറ്റവും വലിയ റിയലൈസേഷൻ, ബ്രെഡ് ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഇന്ന് നമുക്ക് കിട്ടുന്ന ബ്രെഡ്, നമുക്ക് കിട്ടുന്ന പോപ്പുലറായിട്ടുള്ള കമേഴ്സ്യലായിട്ട് കിട്ടുന്ന ബ്രെഡ്, ഞാനതിനെ വിളിക്കുന്നത് അൾട്രാ പ്രോസസ്ഡ് ബ്രെഡ് എന്നാണ്. ഈ അൾട്രാ പ്രോസസ്ഡ് ബ്രെഡ് തീർച്ചയായിട്ടും നമ്മളുടെ ഭക്ഷണക്രമത്തിനും ആരോഗ്യത്തിനും ശരിക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാനൊന്ന് വിശദമാക്കാം. ഒന്നാമത്തെ കാരണം, നമ്മൾ നേരത്തെ സംസാരിച്ചു, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ ഇന്ന് വളരെ ഹോമോജനൈസ്ഡ് ആയിട്ടുള്ള, അതായത് വളരെ ഹൈലി പ്രൊഡക്റ്റീവായിട്ടുള്ള ഗോതമ്പിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അൾട്രാ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ധാന്യങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം, ഇത് ഹൈ ഗ്ലൈസീമിക്കാണ്. അതായത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും, ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്കിതിനെ വിളിക്കാൻ പറ്റുന്നത് ഫാസ്റ്റ് കാർബ് എന്നാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ അത് അമിതവണ്ണം, പ്രമേഹം തുടങ്ങിയിട്ടുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സിന് പറ്റിയൊരു ഫുഡല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ വെളുത്ത അരികളിൽ നിന്നുണ്ടാക്കുന്നതിന് സമാനമായ ഒന്ന് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. മറ്റൊന്ന് ഗ്ലൂട്ടനാണ്. ഒരു 25-30 വർഷം മുമ്പ് വരെ ഗ്ലൂട്ടനെ സംബന്ധിച്ച് വളരെയധികം ആദ്യം സംസാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇന്ന് എല്ലാ ഹെൽത്ത് സർക്കിളിലും, എസ്പെഷ്യലി ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ളൊരു മേഖലയിൽ രോഗങ്ങളുടെ അടിസ്ഥാന കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ വളരെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത ഒന്നാണ് നമ്മുടെ ഭക്ഷണത്തിലുള്ള ഗ്ലൂട്ടൻ്റെ കണ്ടൻറ്റ്. ഒരു പക്ഷേ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 100 പേർക്കും ഗ്ലൂട്ടൻ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരിലും ഗ്ലൂട്ടൻ എടുത്ത് മാറ്റുന്നതോടെ അവരുടെ ആരോഗ്യത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമെന്ന് ഞാൻ എൻ്റെ പ്രൊഫഷണൽ പ്രാക്ടീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഗ്ലൂട്ടൻ റിച്ച് ഫുഡാണ്. ഇത് നിങ്ങളുടെ ഗട്ട് ഹെൽത്തിന് അത്ര നല്ലതല്ല. മൂന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിൽസാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു പരിമിതമായിട്ട് അളവിലാണെങ്കിൽ പോലും സൺഫ്ലവർ ഓയിലും വെജിറ്റബിൾ ഓയിലും ഇതുപോലത്തെ പല ഇൻഗ്രീഡിയൻസും പലപ്പോഴും പേര് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ഇൻഫ്ലമേറ്ററി. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് നാരുകളുടെ അംശം വളരെ കുറവാണ്, വളരെ ലോ ഫൈബറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കോക്ടെയിൽ ഓഫ് കെമിക്കൽസ്. പ്ലസ് നിർമ്മാതാക്കൾ പോലും അറിയാതെ അവരുടെ ശ്രദ്ധയിൽ പോലും പെടാതെ ഇന്നത്തെ കാർഷിക ഉൽപ്പാദന മേഖലയിൽ കൂടെ കടന്നു കയറുന്ന അൺഇൻറ്റൻഡഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്. നമുക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നിങ്ങൾ ഇനിയൊരു ബ്രെഡ് വാങ്ങുമ്പോൾ ദയവ് ചെയ്തിട്ട് അതിൻ്റെ ലേബലൊന്ന് വായിക്കുക. പലപ്പോഴും ലേബലുകൾ ചിലപ്പോൾ നമ്മളെ കബളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളോട് കടക്കുന്നില്ല. പക്ഷേ ലേബൽ വായിച്ചുകൊണ്ട് നിങ്ങൾ ബ്രെഡ് വാങ്ങുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ് സോഫ്റ്റ് ആണോ ഫ്രഷ് ആണോ എന്നുള്ളത് മാത്രം, അപ്പിയറൻസ് മാത്രം നോക്കാതെ ലെറ്റ് സീ വാട്ട് ഈസ് ആക്ച്വലി ഇൻസൈഡ് ദാറ്റ്. കഴിവതും വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ബ്രെഡ് ഒഴിവാക്കിയിട്ട് മുഴുവൻ ധാന്യങ്ങളുടെ ഒരു ഹോൾ വീറ്റിൻ്റെ ബ്രെഡ് ആവാം, അല്ലെങ്കിൽ ഒരു മൾട്ടി ഗ്രെയിൻ ബ്രെഡ് ആവാം. പക്ഷേ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, അതിനകത്തൊക്കെ തന്നെ കോക്ടെയിൽ ഓഫ് കെമിക്കൽസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഈ ബ്രെഡ് എങ്ങനെ കഴിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും ഈ ബ്രെഡിനെ വീണ്ടും ഒരു ഹൈ സ്റ്റാർച്ചി ആയിട്ടുള്ള ഫുഡുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അത് ജാം ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂട്രല പോലത്തെ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം. ബ്രെഡിൻ്റെ ഒരു സാൻഡ്വിച്ച് കോംബോ ഇങ്ങനെ ആയിരിക്കണം. ഒന്ന് ബ്രെഡ്, അതിൻ്റെ തൊട്ട് താഴെ വെജിറ്റബിൾസ്, അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ, പിന്നെ വീണ്ടും ബ്രെഡ്. സോ ഇങ്ങനെ ആയിരിക്കാം ഒരു സാൻഡ്വിച്ച് കഴിക്കേണ്ടത്. അങ്ങനത്തെ ഒരു സാൻഡ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഞാൻ ഈ പറഞ്ഞ ബ്രെഡും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം, അതൊരു മീലായിട്ട് കഴിക്കാം. ഇന്ന് വളരെ പോപ്പുലറാണ് ഇത്തരത്തിൽ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ബ്രെഡുകൾ. ലോക്കലായിട്ടുള്ള ബേക്കറികൾ ഇന്ന് വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്ത് നിന്നൊരു ലോക്കൽ ബേക്കറിയിൽ നിന്ന് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചോട് കൂടിയിട്ടുള്ള ഒരു ബ്രെഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും. വാങ്ങിയാൽ ചിലപ്പോൾ അന്നോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതൊരു ബെറ്റർ ആയിട്ടൊരു സെക്കൻഡ് ഓപ്ഷനാണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് ഉത്സാഹവും താല്പര്യവും ബ്രെഡ് കഴിക്കണമെന്നുള്ള വലിയ ആഗ്രഹവും നിർബന്ധവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊന്ന് ബ്രെഡ് ബേക്ക് ചെയ്തുകൂടാ? ഞാൻ വിചാരിച്ചത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ വീട്ടിലൊരു അവൻ ആവശ്യമാണ്. നമുക്ക് ഹോൾ വീറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, വീറ്റും ഈസ്റ്റും അതുപോലെ തന്നെ സോൾട്ടും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ബ്രെഡ് ഉണ്ടാക്കാവുന്ന ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. അതിന് പറ്റുന്ന 1-2 വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം. ഒരു പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് പറയാവുന്നത്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രെഡ് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ തന്നെ കൊമേഴ്സ്യലായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള വൈറ്റ് ബ്രെഡ്, അതുപോലെ വീറ്റ് ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ബ്രെഡൊക്കെയാണ്. പക്ഷേ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, ഞങ്ങൾ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രെഡാണ്. ഈ ബ്രെഡിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മില്ലറ്റ്സാണ്. ചാമയുണ്ട്, അതുപോലെ തന്നെ ചോളമുണ്ട്. ചാമയുടെയും ചോളത്തിൻ്റെയും പൊടി കൊണ്ടുണ്ടാക്കിയ ബ്രെഡാണ്. സോ ഇറ്റ്സ് ഗ്ലൂട്ടൻ ഫ്രീ. മറ്റൊന്ന്, അപ്പോൾ ഗ്ലൂട്ടൻ ഇല്ലാത്തപ്പോൾ എങ്ങനെ ബ്രെഡിന് ഈ രൂപത്തിൽ കിട്ടും? അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് സിലിയം ഹസ്ക്കാണ്. ഇപ്പോൾ സൈലിയം ഹസ്ക് ഉപയോഗിക്കാം. അതുപോലത്തെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് നല്ല ആകർഷണമാക്കാനായിട്ട് ഇതിനകത്ത് സീഡ്സിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ ഒന്ന് ടോപ്പിങ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ വീട്ടിലൊരു അവൻ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹെൽത്തി ആയിട്ടൊരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ ദിവസവും ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ വല്ലപ്പോഴൊക്കെ നമുക്ക് ബ്രെഡിനോട് കഴിക്കാനുള്ള ആഗ്രഹവും കൊതിയും തീർക്കാനായിട്ട് നമുക്കിത് സാധിക്കും. നിങ്ങളുടെ വീട്ടിലൊരു ഗ്ലൂട്ടൻ ഫ്രീ മില്ലറ്റ് ബ്രെഡ് സ്വന്തമായിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ചെയ്യേണ്ടത്, കുറച്ച് ഈസ്റ്റ്, വെള്ളവും ഓർഗാനിക്കായിട്ടുള്ള ശർക്കരയും ചേർത്തിട്ട് ഒന്ന് ബ്ലൂം ചെയ്യാനായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം സിലിയം ഹസ്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം വെക്കുമ്പോൾ അത് നല്ലൊരു ജെൽ രൂപത്തിൽ കിട്ടും. അതിനോടൊപ്പം കുറച്ച് ഒലിവ് ഓയിൽ, ആപ്പിൾ സിറ വിനീഗർ, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇതിനകത്തോട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ട്രാൻസ്ഫർ ചെയ്യാം. ധാന്യങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ മില്ലറ്റിൻ്റെ ഫ്ലോർ, ചാമയുടെ അരി, ടപ്പിയോക്ക സ്റ്റാർച്ച് അതായത് കപ്പപ്പൊടി, സോർഗം ഫ്ലോർ അതായത് ചോളത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മാവ് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക, ഒരു ഡൗ ആട്ടാക്കിയെടുക്കുക.
നിങ്ങൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഒന്ന് റൈസ് ചെയ്യാനായിട്ട് വെക്കുക. പ്രീ ഹീറ്റ് ചെയ്തൊരു അവനിലേക്ക് ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സീഡ്സൊക്കെ ഒന്ന് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാം. ഒരു 30 to 45 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ വളരെ ലളിതമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹോം ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബ്രെഡിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല. കാരണം ബ്രെഡ് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടുന്ന ബ്രെഡ് ഒരു ബ്രെഡ് അല്ല എന്ന് മനസ്സിലാക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് ഈറ്റിംഗ് ഹാബിറ്റ്സിലോട്ട് പോവുക. ഓർക്കുക, ബ്രെഡ് സാൻഡ്വിച്ച് ചെയ്ത് തന്നെ കഴിക്കണം. കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം വെജിറ്റബിൾസും വേണം, പ്രോട്ടീനും വേണം.